അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കൂടി നമുക്കൊപ്പം ചേരുന്നു. നോക്കൂ, അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയെങ്കിലും പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. CBI കേസിൽ കൂടി ജാമ്യം കിട്ടണം, അത് എളുപ്പം കിട്ടാനാണ് സാധ്യത. ED കേസിലാണ് ജാമ്യം കിട്ടുക ബുദ്ധിമുട്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കുന്നില്ല. BJPയുടെ പ്രതിനിധി പറയുന്നത് പോലെ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുണ്ടായിരുന്നവർ 100 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലടക്കം ചെയ്തിട്ടുള്ളത്, ഇതിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഭാഗം, ഇതൊന്നും മെറ്റീരിയലുകളെല്ലാം കൈവശം ഇരിക്കുന്നുണ്ട്. കോടതി ഇന്ന് പരിശോധിച്ചത് ഈ നീഡ് ആൻഡ് നെസസിറ്റി ക്ലോസിൻ്റെ അടിസ്ഥാനത്തിൽ, റീസൺ ടു ബിലീവിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അദ്ദേഹത്തിന് മറ്റെല്ലാ കേസുകളിലും എന്നതുപോലെ തുല്യത ലഭിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇന്ന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ആ ജാമ്യം കിട്ടിയിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം കുറ്റവിമുക്തനായി എന്ന് നമുക്ക് കരുതുക സാധ്യമല്ല. അപ്പോൾ ED ഏതെങ്കിലും തരത്തിൽ മൂക്ക് കയറിടാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ഘട്ടത്തിലും മണി ലോണ്ടറിംഗ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യദ്രോഹ കുറ്റത്തിൽ ഒരു മുഖ്യമന്ത്രി കുറ്റാരോപിതനായി നിൽക്കുന്നു. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറയുന്നത് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങണോ വേണ്ടോ എന്ന് പറയാൻ ഞങ്ങൾ അശക്തരാണ്, അദ്ദേഹമാണത് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരിക്കുന്നതിനു പകരം ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിയമപോരാട്ടം നടത്തേണ്ടതായിരുന്നില്ലേ? ഇപ്പോഴും അദ്ദേഹം ജയിലിലാണ്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു. ശ്രീ അരുൺ, യെസ് അരുൺ, ഞാൻ ആദ്യമേ തന്നെ അരമണിക്കൂർ ലേറ്റായി. ഞാൻ ഈ ടൈമിൻ്റെ കേട്ടതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ആദ്യമേ തന്നെ ഈ ചർച്ചയിൽ അരമണിക്കൂർ ലേറ്റായതിൻ്റെ ക്ഷമാപണം ഞാൻ നടത്തുകയാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, ഈ ചർച്ച ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ ചർച്ചയെ തികച്ചും രാഷ്ട്രീയത്തിലുപരിയായി ഒരു ലീഗൽ വിഷയമായിട്ടാണ് ഇന്ന് ഈ ചർച്ചയെ ഞാൻ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് BJP പ്രതി എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും അതിന് മറുപടി പറയാൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആദ്യമേ വ്യക്തമാകട്ടെ. പിന്നെ അങ്ങ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റൊരു ഡയമെൻഷനിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ വിധിയിൽ കാര്യപ്രസക്തമായ മറ്റു ചില പരിഗണനകളും മറ്റു ചില നിർദ്ദേശങ്ങളും ഒരുപക്ഷെ നീതിന്യായ വ്യവസ്ഥയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് എവിടെ മാർക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് നോക്കൂ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്നാമത്തത്, ഈ കേസ്, അതായത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള പെറ്റീഷനും അതിൻ്റെ കേസും ഓണറബിൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചന്ദ്രചൂഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് മാറ്റുകയാണ്. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്? ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഒരുപക്ഷെ ഈ ചർച്ച കേൾക്കുന്ന ഒരു നിഷ്പക്ഷനായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അല്പം കൂടെ നിയമപരമായ കാര്യങ്ങൾ പഠിച്ചിരിക്കണം ഈ ചർച്ച കൊണ്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത്. അരുൺ അറിയാമല്ലോ, എനിക്ക് തോന്നുന്നു ശ്രീ MR അഭിലാഷ് അടക്കമുള്ള സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സ് അടക്കം ഈ പാനൽ ഡിസ്കഷനിലുണ്ട്. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു സുപ്രീം കോടതിയിൽ, ഹൈക്കോടതിയിൽ എത്ര ബെഞ്ചുകളുണ്ട് നമുക്കറിയാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചുണ്ട്, ഡിവിഷൻ ബെഞ്ചുണ്ട്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ അഡ്വൈസറി ബെഞ്ചുണ്ട്, ഒറിജിനൽ ബെഞ്ചുണ്ട്. എന്താണ് ഈ അഡ്വൈസറി ബെഞ്ച്? ഇന്ത്യൻ പ്രസിഡന്റ് റെഫർ ചെയ്യുന്ന ചില മാറ്ററുകൾ, അദ്ദേഹത്തിന് അഡ്വൈസ് വേണ്ട ചില മാറ്ററുകൾക്ക് വേണ്ടി സ്പെഷ്യലായി ഫോം ചെയ്ത അഡ്വൈസറി ബെഞ്ച്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്തിനാണ് ഫോം ചെയ്യുന്നത്? എന്താണ് ഡിവിഷൻ ബെഞ്ച്? ഒരു 3-ലധികം ജഡ്ജസ് കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എങ്ങനെയാണ് ഫോം ചെയ്യുക? അത് ഫോം ചെയ്യുന്നത് 5 അതിലധികമോ ജഡ്ജസ് ഫോം ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഫോം ചെയ്യുക. ഇനി എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഫോം ചെയ്യുന്നതെന്ന് അങ്ങേക്ക് അറിയാം. ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പ്രധാനപ്പെട്ട 7ഓളം കാര്യങ്ങൾ പ്രശ്നങ്ങളായി വരുമ്പോൾ, 7ഓളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രശ്നങ്ങളായി വരുമ്പോഴാണ് ഒരു വിഷയത്തിൽ, ഒരു കേസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഫോം ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഫോം ചെയ്യുക, ഒരു കേസ് അങ്ങോട്ട് റെഫർ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഒരു കേസിൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഭരണഘടനാപരമായുള്ള ചർച്ചകൾ രാജ്യത്ത് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ. മറ്റൊന്നെന്ന് പറയുന്നത് നാഷണൽ ഫീൽ അല്ലെങ്കിൽ നാഷണാലിറ്റി അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെങ്കിൽ, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ആൻഡ് കോംപ്ലക്സിറ്റി എന്ന് പറയും, അതായത് ഫെഡറലിസത്തെ തകർക്കുന്ന വിഷയങ്ങളാണെങ്കിൽ, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണെങ്കിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഫോം ചെയ്യാം. ഇവിടെ നോക്കൂ, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് അയച്ചിരിക്കുന്നു. എന്തിനാണ്? അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി BJP കാണിക്കുന്ന ഫാസിസ്റ്റ് മനോഭാവത്തിന് കോടതിയടക്കം നമുക്കറിയാം വിചാരണ കോടതിയിൽ പോയി ബെയിൽ എടുത്തുകൊള്ളൂ സുപ്രീം കോടതി പറഞ്ഞതാണ്. ആ വിചാരണ കോടതി ബെയിൽ കൊടുക്കുന്ന സമയം നിമിഷങ്ങൾക്കകം ഹൈക്കോടതി അത് റദ്ദ് ചെയ്യുന്നു. ഇന്ന് ഈ കേസിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കേസിൽ സുപ്രീം കോടതി ന്യായാധിപർ മറ്റൊരു കേസിൽ സൈറ്റ് ചെയ്തൊരു വിഷയമാണ്. ഞാൻ എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരുപക്ഷെ ഈ ചർച്ച കഴിഞ്ഞിട്ട് ഞാൻ പരിശോധിച്ച് അങ്ങേക്ക് അയച്ചു തരാം. അതായത് 2017 മണി ലോണ്ടറിംഗ് ആക്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് സുഖദേവർ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബെയിൽ ആപ്ലിക്കേഷനും സുപ്രീം കോടതി പരിഗണിച്ചു. അതിൽ വളരെ ഞെട്ടിക്കുന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയത്. അതിൽ പറഞ്ഞത്,
അതായത് ഇടക്കാല ജാമ്യം കൊടുത്ത ഒരു കേസിൽ ഹൈക്കോടതി വളരെ പെട്ടെന്ന് നമുക്കറിയാലോ ഡിസ്കസ് ചെയ്തു എത്താത്തതുകൊണ്ടാണ്. പർവീന്ദർ സിംഗ് കേസാണ്, പർവീന്ദർ സിംഗ് ഖുറാന കേസിലാണ് ആ കേസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ്. അതിൽ ഇഡിയുടെ ധൃതിയും ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് വളരെ വിചിത്രമായ രീതിയിൽ ഈ ജാമ്യ വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് ജാമ്യം നൽകിയതിനു ശേഷവും വീണ്ടും ഇഡി വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ആ രാഷ്ട്രീയ ചോദ്യത്തിലേക്ക് കൂടി വന്നാൽ തീർച്ചയായിട്ടും വിനോദ് താങ്കൾ വിശദീകരിച്ചിട്ട് ഞാൻ കേട്ടു. കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. താങ്ക് യു. അപ്പം എന്താണ് ഈ വിഷയത്തിൽ ഞാൻ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ഒരു വർഷമായി PMLA ആക്ടിന്റെ സെക്ഷൻ 19 ഇന്നത്തെ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസ് എവിഡൻസ് എന്ന് പറയുന്ന കോടതിയിൽ വന്നതിന് ശേഷം കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്ന എവിഡൻസ് ആയി മാറുക മെറ്റീരിയൽസ് ആണ്. ആ മെറ്റീരിയൽസ് ഒരാളെ അറസ്റ്റ് ചെയ്യാനും ഒരാളെ അക്യൂസേഷൻ നടത്താനും വേണ്ടി ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാനും ആ മെറ്റീരിയൽസ് ഉതകുന്നതാണെങ്കിൽ അതിന് പ്രാധാന്യം നൽകണം. സെക്ഷൻ 19 അറസ്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. സെക്കൻഡ്, സെക്ഷൻ 45 അമെൻമെന്റ്. അതായത് നമുക്കറിയാം സാധാരണഗതിയിൽ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് പ്രിസംഷനൊക്കെ പ്രോസിക്യൂഷൻ അനുകൂലമാണെങ്കിൽ ഈ കേസിൽ PMLA ആക്ടിൽ എപ്പോഴും പ്രതി അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കണം, പ്രൈമാ ഫേസി തെളിയിക്കണം. ഈ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് ഏതൊരു രാഷ്ട്രീയ പ്രതിയോഗിയെയും ഈ PMLA ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നിയമം, ഡ്രക്കോണിയൻ ലോ ആണ് ഈ PMLA ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ടിന്റെ സെക്ഷൻ 19 45 അമെൻമെന്റും കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നു അരവിന്ദ് കേജ്രിവാൾ നടത്തിയ ഫൈറ്റിൽ. അതാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഈ ഫൈറ്റ് തികച്ചും അരവിന്ദ് കേജ്രിവാളിന് വേണ്ടി മാത്രമുള്ളതല്ല, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇന്ത്യയിൽ ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനു വേണ്ടിയുള്ള ഒരു ഫൈറ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് പോയത്. അതുകൊണ്ട് ഞങ്ങൾ അരവിന്ദ് കേജ്രിവാളിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ, നീതിന്യായ വ്യവസ്ഥയിൽ തിളങ്ങുന്ന ഒരു പ്രതീകമായിട്ടാണ്. ഈ കിരാത നിയമത്തിന്റെ ഈ സെക്ഷൻ അമെൻഡ് ചെയ്ത് കളയുന്നതിന്, കോൺസ്റ്റിറ്റ്യൂഷണലായി ഡിസ്കഷൻ നടക്കുന്നതിന്, ഭരണഘടനാപരമല്ല ഈ നിയമം എന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് വിധി പ്രസ്താവിക്കുന്നതിന് നടത്തിയ ഫൈറ്റ്, അത് ജയിലിനകത്ത് കിടന്ന് BJPക്ക് കൊടുത്ത ഫൈറ്റാണ്. അതുകൊണ്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്ര മനോഹരമായ ഒരു ഫൈറ്റ് കഴിഞ്ഞ ഒരു വർഷം BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ വ്യക്തിയിൽ നിന്ന്, ഈ പാർട്ടിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ അറസ്റ്റിനെയും അദ്ദേഹത്തിന്റെ ഈ ജയിൽവാസത്തെയും ഞങ്ങൾ കാണുന്നത് ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി.